കട്ടില കൊട്ടകയിൽ വന്നു തരാം. ഇത് ആര് കണ്ടാലും മടലെടുത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നത്തില്ലയോ? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. മടലെടുത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നത്തില്ലയോ? ഞാൻ പറഞ്ഞല്ല, നാട്ടുകാര് പറയുന്നയാ. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. ഒത്തിരി പലഹാരം നമ്മൾ ഒന്ന് തരാം. റൊമാൻറ്റിക് ആയിട്ട് അവർക്ക് തോന്നുമായിരിക്കും. കണ്ടിരിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? നിങ്ങൾ എന്ത് വെറുപ്പിക്കല? തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. ചേച്ചിയുടെ തൊലിക്കട്ടി, കഷ്ടം. ചേച്ചിയുടെ തൊലിക്കട്ടി. ആപ്പടെ പൊടിടപ്പീട് അത്ര ഉള്ളൂ. അവന്റെ ഒരാളാവക്കം നമ്മക്കറിയാവുന്ന നമ്മൾ പറയും. ആണ്ടാമൃഗത്തിനെ കത്തി വെച്ച് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറും. ഇതിനെ എന്താ വെച്ച് കുത്തിക്കഴിഞ്ഞാലും നിന്റെ രോമത്തിൽ തൊടത്തില്ല. സത്യം പറഞ്ഞാൽ കളിയാക്കിയ അത് മനസ്സിലാക്കാനുള്ളൊരു ഇല്ല. എടാ, നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, 26 തോന്നിക്കും. പക്ഷെ കാണുന്നവന് കണ്ണിന് തിമിരം ബാധിച്ചവനായിരിക്കണം. ഞാൻ ശവത്തെ കുത്താറില്ല. സത്യം പറഞ്ഞാൽ കളിയാക്കിയത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും പാവ രേണു ചേച്ചിക്കില്ല. അതിനുള്ള ബുദ്ധിയെങ്കിലും ദൈവത്തിന് ആ ചേച്ചിക്കൊന്ന് കൊടുത്തുകൂടായിരുന്നോ? എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. രേണു ചേച്ചിയുടെ ബ്രെയിനും അല്ല അത്ഭുതം സംഭവിച്ച് ബുദ്ധി കിട്ടാൻ വേണ്ടി നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. അതേ പറ്റത്തുള്ളൂ. അതെ, ഇത് വിളഞ്ഞു വിത്ത ഇവിടെ വന്ന് ഇവിടെ താമസിച്ചോ? ഇവിടെ കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞാൻ വീട്ടിൽ വെള്ളം കയറുന്നു. കുറ്റുപാരെ പോലെ തന്നെ രേണു ചേച്ചിക്ക് ഇപ്പൊ കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതുകൊണ്ടാ ഇതേ തപ്പി കേസൊക്കെ കൊണ്ടിറക്കുന്നത്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് അകത്ത് വീടുന്നതിന്റെ പ്രശ്നമായിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഇല വീണ് തൂത്ത് കളയേണ്ട വന്നാൽ പോലും അത് പ്രശ്നമായിട്ട് പറയാനേ രേണു ചേച്ചിക്ക് നേരം കാണത്തുള്ളൂ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എന്തായാലും രേണു തരംഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് വീഡിയോ ഇട്ട് പോയാൽ പറ്റും. അതിനപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എന്നാ ഞാൻ അങ്ങോട്ട്